ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ലോക്സഭാ മണ്ഡല പരിധിയിലുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ ദേശീയപാത അതോറിറ്റി അംഗത്തെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ചുമതലപ്പെടുത്തിയതായി കെ.സി. വേണുഗോപാൽ എം.പി. അറിയിച്ചു. പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹാര നടപടികൾക്കുമായി ദേശീയപാത അതോറിറ്റി അംഗം വെങ്കിട്ടരമണയെയാണ് ഡൽഹിയിൽ നടന്ന ചർച്ചയെ തുടർന്ന് മന്ത്രി ചുമതലപ്പെടുത്തിയതെന്ന് എം.പി. അറിയിച്ചു. കായംകുളത്തുൾപ്പെടെ ദേശീയപാത പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പൊതുവായ പരാതികൾ എം.പി. അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകാൻ മന്ത്രി നിർദ്ദേശിച്ചതായും കെ.സി. വേണുഗോപാൽ എം.പി. പറഞ്ഞു. ആലപ്പുഴ ലോക്സഭാ മണ്ഡല പരിധിയിലെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹാര നടപടികൾക്കുമായി ദേശീയപാത അതോറിറ്റി അംഗം വെങ്കിട്ടരമണയെ ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ചുമതലപ്പെടുത്തിയതായി കെ.സി. വേണുഗോപാൽ എം.പി. അറിയിച്ചു. കായംകുളം, ഓച്ചിറ, കരുനാഗപ്പള്ളി, അരൂർ, തുറവൂർ, ചേർത്തല, അമ്പലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ദേശീയപാത പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പൊതുവായ പരാതികൾ എം.പി. അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകാൻ മന്ത്രി നിർദ്ദേശിച്ചതായും കെ.സി. വേണുഗോപാൽ എം.പി. അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളും യാത്രക്കാരും നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ എം.പി. മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതേസമയം കായംകുളത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ 50% പുരോഗമിച്ചതിനാൽ നിലവിലുള്ള പ്ലാനിൽ മാറ്റം വരുത്തിയാൽ റീടെൻഡർ ചെയ്യേണ്ടി വരുമെന്നും റീടെൻഡർ ചെയ്യുന്നത് കാലതാമസത്തിന് ഇടയാക്കും എന്നതിനാൽ അത് പ്രായോഗികമല്ലെന്നും കഴിഞ്ഞ ദിവസം എം.പി. വിളിച്ചു ചേർത്ത ദേശീയപാത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അഭിപ്രായമുയർന്നിരുന്നു. എന്നാൽ കായംകുളം നഗരത്തെ രണ്ടായി കീറിമുറിച്ചുകൊണ്ടുള്ള ഉയരപാത നിർമ്മാണം അംഗീകരിക്കാനാവില്ലെന്ന് വേണുഗോപാൽ എം.പി. യോഗത്തിൽ കർശന നിലപാടെടുത്തു. ജനകീയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും കായംകുളത്ത് തുടരുകയാണ്. ജനാഭിലാഷം കാണാതിരിക്കാനാവില്ലെന്നും പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾ കണ്ടിൽ നിന്ന് നടിച്ച് മുന്നോട്ട് പോകാനാകില്ലെന്നും കെ.സി. വേണുഗോപാൽ എം.പി. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ ധരിപ്പിച്ചു. പദ്ധതി ടെൻഡർ ചെയ്ത ഘട്ടത്തിൽ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ പരിഗണിക്കാനാകുമായിരുന്നുവെന്ന നിലപാടിലാണ് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരെന്നും എം.പി. പറഞ്ഞു. ഉദ്യോഗസ്ഥ നിലപാട് ജനപ്രതിനിധി എന്ന നിലയിൽ അംഗീകരിക്കാനാവില്ലെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ചർച്ചയിൽ എം.പി. ഉയർത്തിയ ആവശ്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥനെ നിയോഗിക്കാമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചതായി എം.പി. പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.